സ്റ്റീവൻ സണ്ണിൻ്റെ ട്രഷർ ഐലൻഡ് എന്ന കഥ ആരംഭിക്കുകയാണ്. ഭാഗം 1. നമുക്ക് തുടങ്ങാം. അഡ്മിറൽ ബർബോ അതൊരു തെളിഞ്ഞ പകലായിരുന്നു. വിശ്രമവേളകളിൽ ചായ കുടിക്കാൻ അഡ്മിറൽ ബെൻബോയിൽ എത്തുന്ന ചുരുക്കം ചില പതിവുകാരെ പരിചരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മാതാപിതാക്കളുടെ കൈവശത്തിലായിരുന്നു അഡ്മിറൽ ബെൻബോ എന്ന സത്രം. സമുദ്രത്തിനടുത്തായതുകൊണ്ട് ധാരാളം നാവികർ അവിടെ താമസിക്കാൻ എത്തിയിരുന്നു. അന്ന് തികച്ചും ശാന്തമായ ഒരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറി. കാരണം ആ വൃദ്ധ നാവികൻ അന്നാണ് ആദ്യമായി ആ സത്രത്തിൽ താമസമാരംഭിച്ചത്. ഇന്നലെ എന്നോണം ഞാൻ അത് ഓർക്കുന്നു. സാവധാനം സത്രത്തിൻ്റെ വാതിൽക്കലേക്ക് അയാൾ കടന്നു വരുമ്പോൾ അയാൾ വന്ന വണ്ടിയിൽ അയാളുടെ വലിയൊരു പെട്ടിയുണ്ടായിരുന്നു. നല്ല ഉയരവും ഒത്ത വണ്ണവും ആരോഗ്യവുമുള്ള കടുപ്പക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ ജട പിടിച്ച പന്നിവാൽ മുടി അഴുക്ക് നിറഞ്ഞ നീലക്കോട്ടിൻ്റെ ചുമലിലേക്ക് വീണു കിടന്നിരുന്നു. അയാളുടെ കൈകളാകട്ടെ കറുത്തതും വികൃതവുമായ നഖങ്ങളോട് കൂടിയതും തഴമ്പുള്ളതും പരപരുത്തതുമായിരുന്നു. ഒരു കവിളിൽ ഒരു മുറിവിൻ്റെ വടുവും ഉണ്ട്. സത്രത്തിൻ്റെ വാതിലിലേക്ക് നടന്നെത്തിയ അയാൾ വാതിലിൽ ചെറുതായി തട്ടി. അപരിചിതനെ സ്വീകരിക്കാൻ എൻ്റെ അച്ഛൻ തിടുക്കത്തിൽ വാതിൽക്കലേക്ക് കടന്നു വന്നു. സുപ്രഭാതം ബഹുമാനപ്പെട്ട സാർ, അച്ഛൻ പതുക്കെ പറഞ്ഞു. തീർച്ചയായും സുപ്രഭാതം തന്നെ. എന്തുകൊണ്ടല്ല? സത്രത്തിനു ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ അപരിചിതൻ പറഞ്ഞു. എനിക്ക് അപരിചിതനിൽ നിന്ന് കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല. സത്രത്തിലുള്ള എല്ലാവരെയും അയാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രീതി കണ്ടപ്പോൾ ആ കണ്ണുകളിൽ എന്തോ നിഗൂഢത ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഓരോ വ്യക്തിയെയും നോക്കി പഠിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നു. പിന്നീട് അടുത്ത ആളിലേക്ക് നോട്ടം തിരിക്കുന്നു. എനിക്കൊരു നല്ല മുറി വേണം, പിന്നെ ഇഷ്ടം പോലെ മദ്യവും, അയാൾ ഉറക്കെ പറഞ്ഞു. തീർച്ചയായും തരാം സാർ, എൻ്റെ പിതാവ് വിനീതനായി. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കൂ, അയാൾ അഭിമാനത്തോടെ കൽപ്പിച്ചു. അങ്ങനെ സത്രത്തിലെ ഒരു മുറിയിൽ പാർക്കാനായി ക്യാപ്റ്റൻ കടന്നു ചെന്നു. ഒരു ഗ്രാമീണൻ അയാളുടെ വലിയ പെട്ടി മുറിയിലേക്ക് ചുമന്നുകൊണ്ടുപോയി. മദ്യം വേണം കുട്ടി, ക്യാപ്റ്റൻ എപ്പോഴും എന്നോട് പറയും. ഒരുപാട് മദ്യം, നീ അത് ഓർത്തോളൂ. ക്യാപ്റ്റൻ ബില്ലി ബോൺസ് ഒരു മര്യാദകെട്ട വ്യക്തിയായതിനാൽ ആ സത്രത്തിലെ മറ്റ് അന്തേവാസികളെ എല്ലാം അയാൾ ഭയപ്പെടുത്തി. എല്ലാ രാത്രികളിലും കുടിച്ച് മത്തനായി അയാൾ സത്രത്തിലെ പതിവുകാരോടെല്ലാം കലഹിച്ചു. അതോടെ അയാളുടെ വഴിയിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ അവരെല്ലാം പരിശ്രമിച്ചു. ചിലപ്പോൾ അയാൾ ഭീതിജനകമായ ഒരു പാട്ട് പാടാൻ തുടങ്ങും. ചത്ത മനുഷ്യൻ്റെ പെട്ടിയിൽ 15 പേർ, ഹോയ് ഹോയ് ഹോയ്, പിന്നൊരു കുപ്പി മദ്യവും, കുടിക്കുക, സാത്താൻ ബാക്കിയൊക്കെ ചെയ്തുകൊള്ളും, ഹോയ് ഹോയ് ഹോയ്, ഒരു കുപ്പി മദ്യം. ക്രമേണ ക്യാപ്റ്റൻ എന്നോട് അല്പം ഇഷ്ടമൊക്കെ കാട്ടിത്തുടങ്ങി. പുറംകടലിൽ അയാൾ നടത്തിയ എല്ലാ സാഹസിക കൃത്യങ്ങളെപ്പറ്റിയും അയാൾ എന്നോട് വിവരിച്ചു. ഞാനതെല്ലാം ശ്രദ്ധയോടെ കേട്ട് കടൽ യാത്ര എങ്ങനെയായിരിക്കുമെന്നോർത്ത് അത്ഭുതപ്പെട്ടു. തീ തുപ്പുന്ന ഒരു വ്യാളിയെ ഒരിക്കൽ ഞാൻ വാളുകൊണ്ട് കൊന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ അഹങ്കാരത്തോടെ പറയും. ആ നാശം പിടിച്ച ജന്തു വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ കപ്പലിനെ ആക്രമിച്ചു. ഞാൻ അതിൻ്റെ തലയിലേക്ക് ചാടിക്കയറി അതിൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവരണം കേട്ട് വശീകരിക്കപ്പെട്ട ഞാൻ ക്യാപ്റ്റൻ മഹാധീരനാണല്ലോ എന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞുപോയി. പകൽ സമയത്ത് അടുത്തുള്ള കുന്നുകയറിപ്പോയി ക്യാപ്റ്റൻ തൻ്റെ കയ്യിലുള്ള ദൂരദർശിനിയിലൂടെ എല്ലാ ഭാഗത്തേക്കും ഉറ്റുനോക്കും. വൈകുന്നേരങ്ങളിൽ റം കുടിച്ചും പാടിയും അയാൾ സമയം ചെലവഴിച്ചു. ഒരു ദിവസം രാവിലെ മറ്റൊരു അപരിചിതൻ സത്രത്തിലേക്ക് വന്നു. ആ സമയം ക്യാപ്റ്റൻ അയാളുടെ ദൂരദർശിനിയുമായി മല കയറാൻ പോയിരിക്കുകയായിരുന്നു. ഞാനാകട്ടെ അയാൾക്ക് പ്രാതലിന് മേശയൊരുക്കുകയായിരുന്നു. അപരിചിതൻ വളരെ മെലിഞ്ഞവനായിരുന്നു. ഇടതു കൈയിൽ 2 വിരലില്ല. അയാളുടെ ബെൽറ്റിൽ ഒരു വാള് തൂങ്ങിക്കിടന്നിരുന്നു. അയാൾ എൻ്റെ അരികിലേക്ക് വന്ന് എന്നോട് രഹസ്യമായി ചോദിച്ചു, ബിൽ ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ അയാളുടെ ഒരു കൂട്ടുകാരനാണ്. എനിക്ക് ഉടനെ അയാളെ കണ്ടേ പറ്റൂ. ഇല്ല സാർ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. എൻ്റെ സുഹൃത്ത് ക്യാപ്റ്റൻ എന്നും അറിയപ്പെടുന്നു, അപരിചിതൻ തറപ്പിച്ച് പറഞ്ഞു. അയാളുടെ കവിളിൽ ഒരു മുറിവുമുണ്ട്. ഓ, ക്യാപ്റ്റനോ? ആ, അദ്ദേഹം ഇവിടെ ഇല്ല. ഏത് സമയത്ത് വേണേലും അദ്ദേഹം മടങ്ങി വരാം. ദയവായി ഇവിടെ ഇരുന്ന് ചായ കുടിക്കൂ.
അയാൾ അവിടെ ഇരുന്ന് പതിയെ ചായ മൊത്തി കുടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ എത്തിച്ചേർന്നു. അകത്തേക്ക് കടന്ന ക്യാപ്റ്റൻ അയാളെ കണ്ടില്ലെന്ന് തോന്നി. ബിൽ, അപരിചിതൻ വിളിച്ചു. തിരിഞ്ഞു നോക്കി അയാളെ കണ്ടതും ക്യാപ്റ്റൻ ഒരു മാത്രം നേരം നിന്ന നിൽപ്പിൽ തന്നെ നിശ്ചലനായി നിന്നുപോയി. അല്പസമയത്തിന് ശേഷം അയാൾ ഏറെ ശ്രദ്ധയോടെ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന എനിക്ക് ബ്ലാക്ക് ഡോഗ് എന്നായിരുന്നു ആ അപരിചിതന്റെ പേര് എന്ന് മനസ്സിലായി. അവരെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അവർ വിളിച്ചിട്ടല്ലാതെ അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചു. ആ ഹാളിൽ നിന്ന് ഞാൻ ബാറിലേക്ക് പോയി. അവർ രണ്ടുപേരും പതുക്കെ പതുക്കെ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വലിയ കലഹമുണ്ടായി. ബ്ലാക്ക് ഡോഗിന്റെ തോളിൽ നിന്നും രക്തമൊഴുകി. അയാൾ വാതിലിലൂടെ പുറത്തേക്ക് ഓടുകയും ചെയ്തു. ക്യാപ്റ്റൻ മടങ്ങി വന്ന് വീണ്ടും കുറച്ച് മദ്യം ആവശ്യപ്പെട്ടു. ഞാൻ അയാൾക്ക് റം എടുക്കാനായി പോയി. തിരിച്ചു വരുമ്പോൾ ക്യാപ്റ്റൻ ബോധമില്ലാതെ തറയിൽ വീണ് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മ അയാൾക്കരികിൽ വ്യാകുല ഭാവത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യോ ജിം, അവർ പറഞ്ഞു, നമുക്കിങ്ങനെയൊക്കെ വരുന്നതെന്താ, പ്രത്യേകിച്ച് നിന്റെ അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി. എൻ്റെ അച്ഛന് കുറേ ദിവസമായി തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്കും എനിക്കും സത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നോക്കുക എന്നത് തന്നെ അത്രയേറെ പ്രയാസമായിരുന്നു. ഭാഗ്യത്തിന് അപ്പോൾ തന്നെ കതക് തുറക്കപ്പെടുകയും ഡോക്ടർ ലിപ്സി പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, ആ ജില്ലയുടെ മജിസ്ട്രേറ്റും കൂടിയായിരുന്നു. സുഖമില്ലാതിരിക്കുന്ന എൻ്റെ പിതാവിനെ കാണാനാണ് അദ്ദേഹം വന്നത്. വീണ് കിടക്കുന്ന ക്യാപ്റ്റനെ കണ്ടയുടനെ അദ്ദേഹം അയാളെ വിശദമായി പരിശോധിച്ചു. ക്യാപ്റ്റന് മസ്തിഷ്കാഘാതമാണ്, അദ്ദേഹം പറഞ്ഞു. സുന്ദരനും മാന്യനുമായ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പെട്ടെന്ന് ഉത്കണ്ഠയും അസ്വസ്ഥതയും കലർന്ന ഒരു ഭാവം പകർന്നു. എനിക്ക് അയാളെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ക്യാപ്റ്റനെ അയാളുടെ മുറിയിലേക്ക് മാറ്റി. ഡോക്ടർ അയാൾക്കൊരു മരുന്ന് നൽകി. ക്യാപ്റ്റൻ ഒരുപാട് മദ്യപിക്കും എന്ന കാര്യം എന്നിൽ നിന്ന് ഡോക്ടർ മനസ്സിലാക്കി. ഇനി ഒരു തുള്ളി മദ്യം കഴിച്ചാൽ അയാൾ ശവക്കുഴിയിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞേക്കൂ. കടുപ്പത്തിൽ അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അച്ഛനെ കാണാൻ ക്യാപ്റ്റൻ്റെ മുറിയിൽ നിന്നും പോയി. ഞാനും ക്യാപ്റ്റൻ്റെ മുറിയിൽ നിന്ന് ജോലിയിലേക്ക് മടങ്ങിപ്പോയി. മധ്യാഹ്നത്തിൽ ഞാൻ വീണ്ടും ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് ചെന്നു. ക്യാപ്റ്റൻ പാതി ഉണർച്ചയിലാണെങ്കിലും കിടക്കയിൽ തന്നെയായിരുന്നു. ഡോക്ടർ കൊടുത്ത മരുന്നിൻ്റെ ഫലം ആയിരിക്കണം. അയാൾ എന്നെ നോക്കി, പക്ഷേ എന്നെ മനസ്സിലായതായി തോന്നിയില്ല. സ്വയം സംസാരിക്കുന്നത് പോലെ തോന്നി. ഞാൻ അടുത്തേക്ക് ചെന്നു. ആദ്യമൊന്നും അയാൾ പറഞ്ഞതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നന്നായി ശ്രദ്ധിച്ചപ്പോൾ ചില വാലും മുറിയും ഒക്കെ കിട്ടി. അവർക്കെൻ്റെ പെട്ടി കിട്ടില്ല. ഞാൻ ഫ്ലിൻറ്റിൻ്റെ ചങ്ങാതിയാ, ഫ്ലിൻറ്റിൻ്റെ ആദ്യത്തെ സഹകാരി. ആ സ്ഥലം അറിയുന്ന ഏക വ്യക്തി ഞാനാ. ഫ്ലിൻറ്റ് തന്നെ എന്നോട് പറഞ്ഞതാ, അയാൾ മരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റാർക്കും ആ സ്ഥലം അറിയില്ല. എൻ്റെ പെട്ടി കൂടുതൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം. കേട്ടതിനൊന്നും ആദ്യം ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. അച്ഛൻ ആ സായാഹ്നത്തിൽ തന്നെ മരിച്ചതുകൊണ്ട് എനിക്ക് തീരെ സമയവും കിട്ടിയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങൾ ഞാൻ ഏറെ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയി. ശവസംസ്കാരം കഴിഞ്ഞതോടെ മുഴുവൻ ലോകവും എനിക്കും എൻ്റെ അമ്മയ്ക്കും എതിരായി തിരിഞ്ഞെന്ന് തന്നെ തോന്നി. ദിവസങ്ങൾ കടന്നു പോകവേ ക്യാപ്റ്റൻ്റെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടായി. മുറിയിൽ നിന്ന് പുറത്തു വന്ന അയാൾ ബോധമില്ലാതാവുന്നതുവരെ കുടിക്കുന്നതിൽ വീണ്ടും ആനന്ദം കണ്ടെത്തി തുടങ്ങി. ഒരു സായാഹ്നത്തിൽ ഞാൻ സത്രത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അന്ധനായ ഒരു യാചകൻ അവിടേക്ക് വരുന്നത് കണ്ടു. പച്ച നിറമുള്ള ഒരു കഷ്ണം തുണി കൊണ്ടയാൾ കണ്ണു മൂടിയിരുന്നു. ഇന്ദ്രജാലക്കാരൻ്റേതുപോലൊരു പുറംകുപ്പായം അയാൾ ധരിച്ചിരുന്നു. ഒരു വടിയും കയ്യിലുണ്ട്. കൂനുള്ളതുപോലെ നടുവ് വളച്ചാണ് നടത്തം. സത്രത്തിൻ്റെ വാതിക്കലെത്തി അയാൾ വിളിച്ചു പറഞ്ഞു, പാവപ്പെട്ട കണ്ണുപൊട്ടനെ ആരെങ്കിലും സഹായിക്കണേ. തൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തെ കാക്കാൻ ഉള്ള ശ്രമത്തിൽ കണ്ണുകൾ നഷ്ടപ്പെട്ട പാവമാണേ. എന്നെ ദയവായി സഹായിക്കണേ. ഞാൻ അയാൾക്കരിയിലേക്ക് പോയി കൈ നീട്ടി. ഞാൻ അന്ധൻ്റെ കയ്യിൽ തൊട്ട മാത്രയിൽ അയാൾ എൻ്റെ കൈ കടന്നു പിടിച്ച് അയാളുടെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഇത് ഏത് സ്ഥലമാണ്? അയാൾ പിറുപിറുക്കും പോലെ എന്നോട് ചോദിച്ചു. അഡ്മിറൽ ബെൻബോ എന്ന സത്രമാണിത്. പിടിപിടിവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കൈ വിട്ടേ, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയാണ്.
കുട്ടി, ഞാൻ പറയുന്നത് കേൾക്ക്, അന്തൻ ചീറി. ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അയാളുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് പോലെ ഞാൻ നിന്റെ കൈ ഒടിച്ചു കളയും. ആകെ ഭയന്നു പോയ ഞാൻ ക്യാപ്റ്റൻ്റെ മേശയ്ക്കരികിലേക്ക് അന്തനെ നയിച്ചു. അയാൾ ഒരു കഷ്ണം കടലാസ് ക്യാപ്റ്റൻ ബില്ലി ബോൺസിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. കൈത്തലത്തിലെ കടലാസിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ക്യാപ്റ്റൻ അലറി വിളിച്ചു, അയ്യോ, 10 മണി! ഇനി 6 മണിക്കൂറുണ്ട്. നമുക്ക് രക്ഷപ്പെടണം, ഇപ്പോൾ തന്നെ. ഈ വാക്കുകളോടെ അയാൾ എഴുന്നേറ്റു. പക്ഷേ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങവേ അയാൾ ബോധശൂന്യനായി അവിടെ വീണ് മരിച്ചു. ഞാൻ എൻ്റെ ആകുലതകൾ അമ്മയുമായി പങ്കുവച്ചു. അടുത്ത പടിയിലേക്ക് കടക്കും മുമ്പ് അയൽപ്പക്കത്തേക്ക് പോയി ആളുകളുടെ സഹായം തേടാമെന്ന് ഞങ്ങൾ കരുതി. ആ ഗ്രാമപ്രദേശം മലയുടെ മറുവശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സത്രത്തിൽ നിന്നാൽ കാണാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ അവിടേക്ക് പോയി. അമ്മ അയൽക്കാരോട് ഞങ്ങൾ അനുഭവിച്ച കഥകളൊക്കെ വിവരിച്ചു. ക്യാപ്റ്റനെ പറ്റിയും അയാളെ തേടിയെത്തിയ അപരിചിതരെ പറ്റിയും മറ്റും കേൾക്കെ അവർക്കാകെ സംഭ്രമമായി. അവസാനം അമ്മ പറഞ്ഞു, ക്യാപ്റ്റൻ ഞങ്ങൾക്ക് ഒരുപാട് പണം തരാനുണ്ട്. അയാളുടെ ആഹാരത്തിൻ്റെയും താമസത്തിൻ്റെയും ചെലവ്. അയാളുടെ പെട്ടിയിൽ പണം കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. ആ പെട്ടി ഇപ്പോഴും സത്രത്തിലെ അയാളുടെ മുറിയിലുണ്ട്. ഞങ്ങൾക്ക് സത്രത്തിലേക്ക് പോകണം. നിങ്ങൾ ആരെങ്കിലും ദയവായി ഞങ്ങളോടൊപ്പം വരുമോ? ഇത് കേട്ട് ഗ്രാമത്തിലെ പുരുഷന്മാരൊക്കെ മടിച്ചു നിന്നു. സ്ത്രീകളാകട്ടെ അസ്വസ്ഥതയോടെ ഞങ്ങളെ ഒളിഞ്ഞു നോക്കി. അവർക്കാർക്കും ഞങ്ങളുടെ കൂടെ വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അത് അബദ്ധമായിരിക്കും, ഒരാൾ പറഞ്ഞു. നമ്മുടെ ജീവൻ ബലി കൊടുക്കുന്നതിന് പകരം നമുക്കിത് ഡോക്ടർ ലിവ്സിയെ അറിയിക്കാം. ഡോക്ടർ ലിവ്സിയുടെ വീട്ടിലേക്ക് പോയി സത്രത്തിൽ നടന്നതൊക്കെ അറിയിക്കാമെന്ന് ഒരു അയൽക്കാരൻ സമ്മതിച്ചു. ഞങ്ങൾക്കൊട്ടും സമയം കളയാനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സത്രത്തിലേക്ക് തന്നെ മടങ്ങി. അകത്ത് കയറി കതകടച്ചു. സത്രത്തിലെ താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വകയിൽ ക്യാപ്റ്റൻ ഒരുപാട് പണം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നുവല്ലോ. ക്യാപ്റ്റൻ്റെ അവസാന വാക്കുകൾ ഓർത്ത് ഞാൻ അയാളുടെ ശവശരീരത്തിന് ചുറ്റും നോക്കി. ക്യാപ്റ്റൻ്റെ നീട്ടിയ കൈകൾക്കരികിൽ ഒരു ചെറു കടലാസു തുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ഇത് അന്തയാചകൻ ക്യാപ്റ്റന് കൊടുത്തതാണ്. ഇതനുസരിച്ച് ക്യാപ്റ്റന് പ്രവർത്തിക്കാൻ അവർ ഇന്ന് രാത്രി 10 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതെ, അയാളുടെ പെട്ടി പരിശോധിക്കാൻ നമുക്ക് ഇന്ന് രാത്രി 10 മണി വരെ സമയമുണ്ട്, ഞാൻ വിശദീകരിച്ചു. അമ്മ പറഞ്ഞു, മെഴുകുതിരി കത്തിക്കൂ ജിം, ഇരുട്ടാകുന്നു. അങ്ങനെ ഒടുവിൽ ക്യാപ്റ്റൻ്റെ പെട്ടി തുറന്ന് പരിശോധിക്കാൻ ഞാനും അമ്മയും തീരുമാനിച്ചു. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് പോയി. നാവികൻ്റെ പെട്ടി പൂട്ടിയ നിലയിലായിരുന്നു. താക്കോലിനു വേണ്ടി ഞങ്ങൾ എല്ലായിടത്തും പരതി. അതൊരിടത്തും കണ്ടില്ല. അത് ക്യാപ്റ്റൻ്റെ കയ്യിൽ തന്നെ കാണും, ഞാൻ അതും പറഞ്ഞ് ക്യാപ്റ്റൻ്റെ മൃതശരീരം കിടന്ന താഴത്തെ നിലയിലേക്കോടി. പോക്കറ്റിലെങ്ങുമില്ല. ക്യാപ്റ്റൻ്റെ കഴുത്തിൽ ഒരു മാലയിൽ കൊരുത്തിട്ടിരിക്കുകയായിരുന്നു താക്കോൽ. അതെടുത്തുകൊണ്ട് ഞാൻ തിടുക്കത്തിൽ മടങ്ങി. പെട്ടിയുടെ മൂടി തുറന്നപ്പോൾ ഞങ്ങൾ അമ്പരന്നു പോയി. ആ ട്രങ്കിൽ ഒരുപാട് വിചിത്രങ്ങളും അപൂർവങ്ങളുമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതെല്ലാം നിലത്തേക്കിട്ട് പെട്ടി ഞാൻ ഒഴിച്ചെടുത്തു. ഏറ്റവും അടിയിൽ 2 സാധനങ്ങൾ കണ്ടു. ഒരു തുണിസഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ, മറ്റൊന്ന് എണ്ണയിൽ സംസ്കരിച്ചെടുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു ചെറിയ കെട്ടും. ആദ്യം പണമെടുക്കാം എന്ന് പറഞ്ഞ് അമ്മ പണസഞ്ചി എടുത്ത് പണം എണ്ണാൻ തുടങ്ങി. നമുക്ക് വരാനുള്ള പണം മാത്രമേ ഞാൻ എടുക്കൂ. 1 രൂപ കൂടുതലും വേണ്ട, 1 രൂപ കുറവും വേണ്ട. അമ്മയെ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു. അമ്മ പണം എണ്ണുന്നത് നിർത്തി. സത്രത്തിലേക്കുള്ള വഴിയിൽ അന്തയാചകന്റെ വടിയുടെ ടപ്പ് ടപ്പ് ഒച്ച കേട്ടു. അന്തയാചകൻ വാതിലിനടുത്തെത്തി. അയാൾ കതക് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അകത്തുനിന്നും പൂട്ടിയിരുന്നതിനാൽ തുറക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ വടിയൊച്ച അകന്നു പോകുന്നത് കേട്ടു. പെട്ടി അടയ്ക്കുമ്പോൾ സത്രത്തിനു വെളിയിൽ വെടിയൊച്ച മുഴങ്ങി. കുറെ അകലെ ജാഗരൂകരായി നിന്ന 3 റവന്യൂ ഓഫീസർമാരും ആ ശബ്ദം കേട്ടു. പാഞ്ഞു വന്ന അവർ സത്രത്തിനു പുറത്ത് കൊള്ളക്കാരുടെ ഒരു സംഘത്തെയാണ് കണ്ടത്. പോലീസിനെ കണ്ട അവർ ജീവനും കൊണ്ടോടി. അന്ധനായ മനുഷ്യനാകട്ടെ ചുറ്റും തപ്പിത്തടഞ്ഞു നടക്കുകയും പാഞ്ഞുപോയ കുതിരയുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുകയും ചെയ്തു. കൊള്ളക്കാർ ക്യാപ്റ്റൻ്റെ പെട്ടിയിൽ കണ്ട സഞ്ചിയുടെ പുറകെയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഡോക്ടർ ലിവ്സിയുടെ അരികിലേക്ക് എന്നെ എത്തിക്കാൻ ഞാൻ പോലീസ് ഓഫീസറോട് പറഞ്ഞു.
അപ്രകാരം ടൗൺ ഹാളിൽ പ്രഭുവായ ട്രെലാവനുമായി സംസാരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു. ഹായ് ജിം, ഒരൊറ്റ ദിവസം തന്നെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അല്ലേ? ഡോക്ടർ ചോദിച്ചു. ഇപ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലുമാണ് വേണ്ടത്. അത് കഴിച്ച് അല്പം വിശ്രമിക്കൂ. പ്രഭു പാചകക്കാരനെ വിളിച്ച് ഉടനെ കുറച്ച് ഭക്ഷണം വരുത്തി. അതിനുശേഷം ബില്ലി ബോൺസിനെ പറ്റി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അതിനിടയിൽ ഫ്ലിൻറ്റിനെ പറ്റിയും ഞാൻ പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. അയാൾ ഒരുപാട് കപ്പലുകൾ പിടിച്ചെടുത്ത് ആളുകളെ കൊള്ളയടിച്ചവനാണ്. കൊള്ള മുതലെല്ലാം അജ്ഞാതമായ ഏതോ ദ്വീപിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ കൊള്ള മുതൽ ഒരു വൻ നിധി തന്നെയാണ്. സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആ പൊതി അദ്ദേഹത്തെ കാണിച്ചു. ഒരു ദ്വീപിൻ്റെ ഭൂപടമായിരുന്നു അത്. ഒളിപ്പിച്ചു വെച്ച നിധി എവിടെയാണെന്ന് അതിൽ വെളിവാകുന്നുണ്ട്. ആ ഭൂപടത്തിന്റെ മറുപുറത്ത് ചില നിർദ്ദേശങ്ങളും എഴുതിയിട്ടുണ്ട്. ആ ദ്വീപിലേക്ക് പോകാനും നിധി കണ്ടെടുക്കാനും പ്രഭു തീരുമാനിച്ചു. അവരോടൊപ്പം ചെല്ലുവാൻ അദ്ദേഹം എന്നെയും ക്ഷണിച്ചു. ആ തീരുമാനം ഉറപ്പാക്കിയിട്ട് ഞങ്ങൾ കൂടിയിരുന്ന് നിധി തേടിയുള്ള ആ യാത്രയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. ഒടുവിൽ സാഹസിക യാത്രയ്ക്കായി കപ്പൽ ഒരുക്കാൻ ബ്രിസ്റ്റോളിലേക്ക് പോകാൻ പ്രഭു തീരുമാനിച്ചു.